സിസ്റ്ററിനേനി സിസ്റ്ററിനേനി പരുമല പള്ളിയുടെ മാനേജർ അഭയകരമാശൻ, വേദിയിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠൻ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഭിമാന ഭാജനങ്ങളായ മിസ്ത്യാന്മാരുടെ കൂട്ടങ്ങളോട് വിവിധമായ നമസ്കാരം. അച്ഛൻ്റെ കൊച്ചന്മാർക്ക് ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എടുക്കുന്നതിനേക്കാളും വളരെ ഒരുക്കത്തോടു കൂടിയാണ് ഞാൻ സാധാരണ വരുന്നത്. കാരണം എൻ്റെ നോട്ടത്തിൽ അച്ഛൻ്റെ കൊച്ചന്മാരെന്ന് പറയുമ്പോൾ എപ്പോഴും അച്ഛനെയൊക്കെ കാണുന്ന ഒരു ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടാണ്. തീർച്ചയായിട്ടും അതേപോലെ ഒരു സ്ഥാനത്ത് ആണ് പലപ്പോഴും കൊച്ചന്മാരെ മനസ്സിൽ കാണുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ സഭയുടെ ടോപ്പിക്ക് പോലും പെൺമയുടെ നന്മയാണ്. പലരും ആ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ട്, എല്ലാ ക്ലാസ്സുകളിലും കടന്നുപോയി. തീർച്ചയായിട്ടും ഇവിടെ ഞാൻ വലിയ ബൈബിൾ വാചകങ്ങളോ വചനങ്ങളോ ഒന്നുമല്ല. എൻ്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും എൻ്റെ ബഹുമാനപ്പെട്ട ഈ കൗൺസിലിംഗിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ കൊച്ചമ്മയും മകൾ കൊച്ചമ്മയും ഒക്കെ ഇവിടെ ഇരിക്കുന്ന വേദി തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടുകൂടി ഞാൻ ഈ അടുത്ത സമയം അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പഠിപ്പിച്ച് വിട്ട ഒരാളെ കുറിച്ച് കേൾക്കുമ്പോൾ അച്ഛന് സന്തോഷമില്ല. തീർച്ചയായിട്ടും ഉണ്ട് എന്ന് അച്ഛൻ വളരെ അഭിമാനത്തോടുകൂടി എന്നോട് തിരിച്ചു പറയുകയും ചെയ്തു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഇത്രയും പേര് വന്ന് കൂടിയതിൽ. കാര്യം കുറേ പേരും കൂടെ കടന്നു വരാനായിരുന്നു, ഇങ്ങനെ ചില പ്രശ്നമുള്ളത് കൊണ്ട് മാത്രമായിരിക്കും. അച്ഛൻ്റെ കൊച്ചമ്മ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു അച്ഛൻ്റെ തണലിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു വ്യക്തിയാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പല സമയത്തും നമ്മൾ പല ഇടവകളിലും ആൾക്കാർ സംസാരിക്കുമ്പോൾ ഒരു അച്ഛനോട് എങ്ങനെ എല്ലാം തുറന്നു പറയുന്നത്, കൊച്ചമ്മയോട് പിന്നെയും തുറന്നെന്ന് പറയാൻ സാധിക്കുമായിരുന്നു എന്ന് പലപ്പോഴും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് രോഗാവസ്ഥയിലും മറ്റു മാനസിക പ്രശ്നങ്ങളുള്ളപ്പോഴും ഒരച്ഛൻ്റെ അടുത്ത് ചിലപ്പോൾ അവർക്ക് അത്രയും പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, ഇപ്പൊ ചെറുപ്പക്കാർക്കാണല്ലോ വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റു പ്രശ്നങ്ങളൊക്കെ, വിഷാദ രോഗങ്ങളും ഒക്കെ കൂടുതലും ചെറുപ്പക്കാരിൽ നിന്നും ഒരു 30, 35, 40 ഇടയ്ക്ക് വളരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് കൊച്ചമ്മ എന്ന് പറയുമ്പോൾ അച്ഛനോടൊപ്പം തന്നെ കുർബാനയ്ക്ക് കയറുകയല്ല, അതിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതല്ല ഉദ്ദേശിച്ച് തോളോട് ഒരുമിച്ച് തന്നെ സഭാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട വ്യക്തികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രോഗികളെയുള്ള സന്ദർശനത്തിനും അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ നിങ്ങളും അച്ഛനോട് തുല്യത ഉള്ളവർ തന്നെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭവനങ്ങളിലേക്ക്, അതായത് മരണ വീടുകളിലേക്കാണെങ്കിലും മറ്റ് രോഗാവസ്ഥയിലൊക്കെ ഉള്ളവരോടാണെങ്കിൽ കടന്നു ചെല്ലണം. മിക്കവർക്കും എല്ലാവർക്കും ജോലിയുണ്ട്, എന്നാൽ പോലും ജോലി ഈ ദൈവവിളിയെ രണ്ടായിട്ട് കണ്ടുകൊണ്ട് തന്നെ കടന്നു ചെല്ലണം. അതിനൊന്നാമത് നമുക്ക് വേണ്ടത് ഒരു ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോകാൻ കൊച്ചന്മാർക്ക് 4 പോയിന്റ് ഞാനിവിടെ പറയുന്നത് അതിനുള്ള സമയം. ഒന്നാമത്തെ വേണ്ടി ഒരു സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം. ഇന്ന് പലപ്പോഴും പല കൊച്ചന്മാരോട് സംസാരിക്കുമ്പോൾ സാധിച്ചിട്ടുണ്ട് ഒരു ആത്മാഭിമാനത്തിന്റെ കുറവ്. എന്താണ് ആത്മാഭിമാനം എന്നുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഒരു നല്ല പള്ളി കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ കുറെ നേട്ടങ്ങൾ കിട്ടിയത് കൊണ്ടോ അല്ല ആത്മാഭിമാനം ഉണ്ടാകുന്നത്. ആത്മാഭിമാനം മനസ്സിൽ നിന്ന് ഉയർന്നു വരട്ടെ. ദൈവം എന്നെ എന്തിന് നിയോഗിച്ചിരിക്കുന്നു, ദൈവം എന്നെ എന്തിനാക്കിയിരിക്കുന്നത്, ദൈവത്തിന്റെ വിളി എന്താണ്, പ്ലാൻ എന്താണ് എന്നെ കുറിച്ച്, എനിക്ക് എന്നിലുള്ള സത്വം, എന്നിലുള്ള നന്മ, എന്നിലുള്ള ക്വാളിറ്റി എന്താണെന്ന് തീർച്ചയായിട്ടും ഒരു കൊച്ചമ്മ തിരിച്ചറിയേണ്ട കാര്യം തന്നെയാണ്. ഒരുപാട് അമൂല്യമായ അതുല്യമായ ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഒരു കൊച്ചമ്മ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു പദവിയല്ല. എനിക്കറിയാം, ഞാൻ ഒരിക്കലും ഒരിടത്ത് പഠിക്കാൻ ചെന്നപ്പോൾ ഒരു കത്തോലിക്ക പെൺകുട്ടി നമ്മളുടെ ഒരു ഓർത്തഡോക്സുകാരൻ ഷെമ്മാശുമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്, അപ്പൊ ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ച ഒറ്റ കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇഷ്ടം തോന്നിയപ്പോൾ നിങ്ങളുടെ കൊച്ചന്മാർക്ക് കിട്ടുന്ന പദവി, എവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന സ്ഥാനം. അന്ന് ഒരു 24 വയസ്സുള്ള പെൺകുട്ടിക്ക് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ആ കുട്ടി ആ കത്തോലിക്ക സഭയിൽ ഓർത്തഡോക്സ് സഭയിലേക്കായി അങ്ങനെ ഇന്ന് അച്ഛൻ്റെ കൊച്ചമ്മയായിട്ട് ജീവിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ വലിയൊരു സ്ഥാനം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതെല്ലാവർക്കും പറ്റുന്നല്ല. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു ആ കത്തോലിക്ക സഭയിലുള്ള ആ കുട്ടിയിലായിരിക്കാം ദൈവം ഈ ഷെമ്മാച്ചന് അല്ല ഈ അച്ഛന് വേണ്ടി കരുതി വെച്ചത്. തീർച്ചയായിട്ടും ആയിരിക്കാം. പക്ഷെങ്കിൽ അവിടെ ഒരു ആത്മാഭിമാനം എന്താണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുക. എന്നെക്കുറിച്ചുള്ള പ്ലാൻ, എന്നെക്കുറിച്ചുള്ള പദ്ധതി അവിടെ നിറത്തിലോ സൗന്ദര്യത്തിലോ പൊക്കത്തിലോ തൂക്കത്തിലോ നിറത്തിലോ അല്ലെങ്കിൽ മറ്റു കുടുംബ മഹിമയിലോ വിദ്യാഭ്യാസത്തിലോ ഒന്നുമല്ല. പല അച്ഛന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവിടെ എല്ലാവരും നഴ്സുമാരും ടീച്ചർമാരും ജോലിയുള്ളവരും ഒക്കെ ഞങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. ഒരിക്കലും അങ്ങനെ
ചിന്തിക്കാൻ പാടില്ല. ഞാൻ എന്താണ്, ജോലി ഇല്ലെങ്കിലും ജോലി ഉണ്ടെങ്കിലും എന്താണെങ്കിലും എന്നിലുള്ള സ്വത്വം എന്താണ്, എന്നിലുള്ള കാമ്പ് എന്താണ്, എന്നെ എന്തിനാണ് തിരിച്ചിരിക്കുന്നത്, എനിക്ക് എന്തൊക്കെ മഹത്വം എൻ്റെ സഭയ്ക്കും എൻ്റെ സമൂഹത്തിനും പ്രദാനം ചെയ്യാം. തീർച്ചയായിട്ടും ഒരു ആത്മാഭിമാനമുള്ള, ഒരു സെൽഫ് എസ്റ്റീമായിട്ടുള്ള ഒരു വ്യക്തി, ഒരു കൊച്ചമ്മയായിട്ടാണ് നമ്മൾ സമൂഹത്തിൽ, സഭയിൽ വിളങ്ങേണ്ടത്. അവിടെ എപ്പോഴും നമുക്കൊരു സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഒരു കൊച്ചമ്മയ്ക്ക് ഇന്നത് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും പരിധികളേ ഉള്ളൂ. തീർച്ചയായിട്ടും ആ സ്വാതന്ത്ര്യം നല്ല ഇവിടെ നമ്മൾ ചിന്തിക്കില്ലേ. 30 കഴിഞ്ഞവർക്ക് തീർച്ചയായിട്ടും ഒരു വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ചിന്തിക്കാനും വീക്ഷിക്കാനും പുറത്തെ കാര്യങ്ങളിൽ ഏർപ്പെടാനും ഒക്കെയുള്ള അവസരങ്ങൾ ഇന്ന് സഭയിൽ ധാരാളമുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ മിക്കവാറും നമ്മൾ ഒതുങ്ങിക്കൂടി പോകുന്നൊരവസ്ഥയാണ്. അതല്ല, ഒരു സ്വാതന്ത്ര്യത്തിന്റെ മേഖല എവിടെ ഉണ്ട്, ഒരു പുതുക്കലിന്റെ മേഖല എവിടെ ഉണ്ട്. തീർച്ചയായിട്ടും കാഴ്ചപ്പാടുകളിൽ കൊച്ചമ്മമാർക്ക് മാറ്റം വരുത്തണം. കാഴ്ചപ്പാടുകളിൽ ഇന്ന് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പേരന്റിങ്ങിൽ വരുന്ന മാറ്റങ്ങളാണ്. കൊച്ചന്മാരിലൊക്കെ ഇത് നമ്മളെ പഠിപ്പിച്ചു വിട്ടത്, നമ്മൾ ജനിച്ചത്, നമ്മൾ വളർന്ന ഒരു അന്തരീക്ഷത്തിനും കാലത്തിനും അല്ലെങ്കിൽ കുട്ടികളെ വളർത്തിട്ട് സഭാ മക്കളെ കാണണ്ടേ, അല്ലെ പള്ളിയിൽ വരുന്ന കുട്ടികളെ, സൺഡേ സ്കൂളിൽ വരുന്ന കുട്ടികളെ ഒരിക്കലും അങ്ങനെയല്ല കാണണ്ടേ. അതിലൊക്കെയും ആ കുട്ടികളിലൊക്കെയുള്ള വ്യത്യസ്തതകൾ എന്താ, പ്രത്യേകതകൾ എന്താണ്, ഏത് തരത്തിൽ കുട്ടിയോട് ഡീല് ചെയ്യണം. തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം മനസ്സിലാക്കട്ടെ കൊച്ചമ്മ തന്നെയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇഷ്ടത്തിന് ദേഷ്യപ്പെടാനും അരിശപ്പെടാനും കണ്ടിട്ട് നോക്കാനും പറ്റുന്ന ഒരു വ്യക്തിയല്ല. ഒരു കുട്ടി പറയുന്നുണ്ട്, ആ അച്ഛൻ്റെ കൊച്ചമ്മ എന്നോട് വല്ലാതെ ഹാർഷായിട്ട് സംസാരിച്ചു, അതെൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. അച്ഛൻ അത്രയൊന്നും പറഞ്ഞില്ല, പക്ഷെ ആ കൊച്ചമ്മയുടെ സംസാരിക്കുകയും എൻ്റെ മനസ്സിൽ ഒരുപാട് മുറിവേൽപ്പിച്ചു എന്നെ. തീർച്ചയായിട്ടും മനസ്സിലാക്കണം, കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തിയേ മതിയാകത്തുള്ളൂ. ഒരു പുതുക്കൽ നമ്മൾക്ക് അവിടെ ഉണ്ടായിരിക്കണം. ഒരു കുട്ടിയോട് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ യുവാവിനോട് എങ്ങനെ സംസാരിക്കണം, ഒരു മധ്യവയസ്കയായ വ്യക്തിയോട് എങ്ങനെ സംസാരിക്കണം. തീർച്ചയായിട്ടും നമ്മളൊരു അധികാരഭാവത്തിൽ, അവിടെ നമ്മൾ മനസ്സിലാക്കണം, അധികാരഭാവത്തിൽ നിന്ന്, ഒരു അച്ഛൻ്റെ കൊച്ചമ്മ അധികാരഭാവത്തിൽ നിന്ന് സംസാരിച്ചാൽ ഒരിക്കലും നമുക്കവിടെ സ്ഥാനം കിട്ടത്തില്ല, മാനം കിട്ടത്തില്ല, നമ്മളെ ആരും വകവെക്കത്തില്ലെന്ന് മനസ്സിലാക്കണം. പണ്ടൊക്കെ ആയിരുന്നു ഒരു അച്ഛൻ എന്ന് പറയുന്നത് സമൂഹത്തിന് ഫോർ ദ പീപ്പിൾ. പക്ഷെ ഇത് വിത്ത് ദ പീപ്പിൾ, സമൂഹത്തോട് ഒരുമിച്ച്, സഭയോട് ഒരുമിച്ച്, സഭാമക്കളോട് ഒരുമിച്ച്. പണ്ടൊക്കെ നമുക്കിങ്ങനെ ബിഷപ്പ്മാരൊന്നും അധികം സംസാരിക്കാനൊന്നും കിട്ടത്തില്ല, കാര്യം അവരും അതുപോലെ തിരക്കുകൾ, വലിയ ഭദ്രാസനങ്ങളും കാര്യങ്ങളും ഒക്കെ. പക്ഷെ ഇന്ന് തീർച്ചയായിട്ടും ബിഷപ്പ്മാരൊക്കെ മിക്ക ആവശ്യങ്ങൾക്ക് അവർക്ക് കടന്നു വരാനും നമ്മളോട് സഹകരിക്കാനും നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ, അല്ലെ അച്ഛന്മാരൊക്കെ ആണെങ്കിലും വളരെ ഇന്ന് സഭാമക്കളുമായിട്ട് യോജിച്ചു പോകുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി ചേർന്ന ഒരു കാലത്ത് അങ്ങനെ പറ്റുന്നില്ല. വിത്ത് ദ പീപ്പിളായി, ഫോർ ദ പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബഹുമാനം വിട്ട്, ഒരു പേടിയിട്ട്, ഒരു ഭയം വിട്ട് അകലത്തിൽ നോക്കത്തുള്ള. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് അവരുടെ കൂടെ, അവരോടൊപ്പമാണ് ഇന്ന് സഭാ നേതാക്കന്മാരും സഭയുടെ മേലധ്യക്ഷന്മാരും ഒക്കെ നമ്മളോട് പെരുമാറുന്നത്. അതേപോലെ തന്നെ മനസ്സിലാക്കണം, കൊച്ചമ്മ എന്ന് പറയുമ്പോൾ ഒരു പദവി അലങ്കരിച്ച് മാറി നിൽക്കുകയല്ല വേണ്ടത്. വിത്ത് ദ പീപ്പിൾ, ആ പള്ളിയിലെ, ആ സമൂഹത്തിന്റെ കൂടെ, ആ സഭയുടെ കൂടെ പോകുന്ന വിത്ത് ദ പീപ്പിളായി നമ്മൾ മാറണം. ഫോർ ദ പീപ്പിളിൽ നിന്നാൽ നമുക്ക് ഒരു ബഹുമാനം കിട്ടത്തില്ല. ഒരു പള്ളിയിൽ നിന്ന് വേറൊരു പള്ളിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ അവിടുന്ന് കിട്ടുന്ന കുറെ സമ്മാനങ്ങൾ മാത്രമല്ല നമുക്ക് ഓർമ്മ, ആ സഭാമക്കൾ എന്നെ ഏത് തരത്തിൽ ഓർക്കുന്നു. ഒരു 10 വർഷം കഴിഞ്ഞാലും ആ പള്ളിയിലേക്ക് തിരിച്ചു ചെന്നാൽ അവിടെയുള്ള വ്യക്തികൾ എന്നെ ഏത് വിധത്തിൽ ഓർക്കുന്നു. ഒരു എലിമെന്റ് എങ്കിലും അവിടെ ഇട്ടിട്ട് പോകാൻ നിങ്ങളുടെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, നോട്ടത്തിലൂടെ, സ്വാതന്ത്ര്യത്തിലൂടെ, സഹകരണത്തിലൂടെ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. 3 വർഷം കഴിയുമ്പോൾ അടുത്ത പള്ളിയിൽ പോകും, 3 വർഷം കഴിയുമ്പോൾ അടുത്ത പള്ളിയിൽ പോകുന്നു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ സഭാമക്കളുടെ ഇടയിൽ എങ്ങനെയൊക്കെ എന്നെ ഓർത്തിരിക്കാൻ എനിക്ക് അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സാന്നിധ്യം അല്ല സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരുപാട് സഭാമക്കൾ നമ്മളുടെ ഇടയിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഒരു പക്ഷം പിടിക്കാനോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിഭാഗത്തിലൂടെ നിൽക്കാനോ നിഷ്പക്ഷമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കേണ്ടത്, ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. തീർച്ചയായിട്ടും അവിടെയൊക്കെ പലവിധത്തിലുള്ള സംസാരങ്ങളും പലവിധത്തിലുള്ള ആശയങ്ങളും പലവിധത്തിലുള്ള കമന്റുകളും ഒക്കെ നിങ്ങൾ കേൾക്കണം. പക്ഷെ അവിടെയൊക്കെയും നമ്മളുടെ ഒരു സെൽഫ് എസ്റ്റീം എങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നു, അതനുസരിച്ച് നമുക്ക് സഭാമക്കളിലൂടെ നിന്ന് സഭയെ സുസ്ഥിരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ മനസ്സിലാക്കുക. അവിടെ നമ്മൾ അടുത്ത മനസ്സിലാക്കുക. രണ്ടാമത്തെ പോലെ ശുഭാപ്തി വിശ്വാസം. ഇന്ന് പലപ്പോഴും ശുഭാപ്തി വിശ്വാസം വളരെ കൂടുതലാണ്, ഒപ്റ്റിമിസം വളരെ കുറവാണ്. ഇന്ന് മിഥ്യാബോധത്തിലാണ് ഇന്ന് പലരും ജീവിക്കുന്നത്. ഞാൻ 2 ആഴ്ച മുമ്പ് മാവേലിക്ക് നിങ്ങൾ അച്ഛൻ്റെ കൊച്ചമാർക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് കൊച്ചമ്മയോട് പറഞ്ഞു, മിസ് അത് പറഞ്ഞ് വളരെ ശരി, മിഥ്യാബോധത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. മിഥ്യാബോധം എന്ന് പറയുമ്പോൾ എൻ്റെ വേല എന്താണ്, എന്നെ എന്തെങ്കിലും തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഭർത്താവ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ജോലി, ഇതിലൊക്കെ ഇപ്പോഴും സംശയം. ഇത് ഞാൻ എൻ്റെ ഉദ്ദേശിച്ചത് മിഥ്യാബോധത്തിലാണ് പ്രത്യേക
പ്രത്യേകിച്ച് ഇന്ന് സ്ത്രീകൾ നിൽക്കുന്ന, ഒരിക്കലും ഒരു മിഥ്യാബോധത്തിന്റെ ആവശ്യമില്ല. അവിടെയൊക്കെ ഒരു അടിയുറച്ച വിശ്വാസം, ഒരു അടിയുറച്ച ദൈവമായിട്ടുള്ള ഒരു അടിയുറച്ച പങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മിഥ്യാബോധത്തിൽ നിന്ന് മാറ്റി ഒരു ശുഭാപ്തി വിശ്വാസത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കത്തുള്ളൂ. മിഥ്യാബോധത്തിലേക്ക് പോയാൽ പല രോഗങ്ങളും അസുഖങ്ങളും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഒരു മിഥ്യാബോധത്തിലേക്ക് പോകാൻ സാധിക്കരുത്. അപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു പുള്ളിക്കാരനോട് പറയായിരുന്നു, 45 വയസ്സുണ്ട്, നല്ല സാമ്പത്തിക, മക്കളൊക്കെ പഠിച്ച് മിടുക്കരായി, ചുറ്റുപാടുകൾ, ഭർത്താവ് ജോലിക്ക് പോകുന്നു. പക്ഷേ ഇതിനകത്തെല്ലാം ഞാനൊരു ആയിട്ട് ഒരു ലോൺലിനെസ് എനിക്കൊരു ഒറ്റപ്പെടൽ എനിക്ക് അനുഭവിക്കുന്നു എന്ന് പറയായിരുന്നു. അതുപോലെ മറ്റൊരു അച്ഛനോട് സംസാരിച്ച് പറയായിരുന്നു, അച്ഛൻ്റെ പള്ളിക്കാര്യത്തിന് പോകും, മക്കൾ വളർന്ന് മക്കളുടെ കാര്യത്തിന് പോയി, ഞാൻ ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഈ ഒരു നെഗറ്റീവ് തോട്ട് മനസ്സിലേക്ക് വരാൻ പാടില്ല. എപ്പോഴും ഒരു പോസിറ്റീവ് തോട്ട്, അതായത് മിഥ്യാബോധം മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഈ മിഥ്യാബോധം എടുക്കണം, മാറ്റങ്ങളിൽ പക്വതയാർന്ന മനസ്സുണ്ടായിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴും വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. 3 വർഷം കൂടുമ്പോൾ അടക്കം വ്യതിയാനം നിങ്ങൾക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പക്വതയാർന്ന മനസ്സാണ് ഈ വ്യതിയാനത്തെയും ഈ മിഥ്യാബോധത്തെയും ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. പക്വതയാർന്ന മനസ്സുണ്ടായിരിക്കണം ഈ മിഥ്യാബോധത്തിൽ നിന്ന് പുറത്തു വരാൻ. അതുകൊണ്ട് ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുന്നതിലും ജോലിയിലും ഒക്കെ എല്ലാം ഒരു അടിയുറച്ച വിശ്വാസം നമ്മൾക്കുണ്ടായിരിക്കണം. ആ ഏത് പള്ളിയിൽ ചെന്നാലും ആ പള്ളിയിലെ സഭാ മക്കളുമായിട്ടൊക്കെ ഒരു അടിയുറച്ച ബന്ധം, ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാനും മുൻപോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. എപ്പോഴും നമ്മൾ ഒരു തെറ്റിദ്ധാരണയോടെ ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്ന പലപ്പോഴും ഇവിടെ കമ്മിറ്റി കൂടെ പിന്നെ പ്രശ്നം ഉണ്ടാകും, ഇവിടെ വഴക്കുണ്ടാകുന്ന ഒരു പള്ളിയാണ്, ഇവിടെ അച്ഛന്മാർക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരിടമാണ്. ഇതൊക്കെ പലപ്പോഴും അച്ഛന്മാരുടെ മനസ്സിലൊരു മിഥ്യാബോധം അങ്ങനെ അവർ കൂട്ടിവെക്കും. ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട. അതിന് മുമ്പിൽ ഒരു അച്ഛൻ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അടുത്ത് വരുന്ന ഒരാൾക്ക് വളരെ ഭംഗിയായിട്ട് അതിനൊക്കെ ഡീൽ ചെയ്യാനും അവരുടേതായ മെത്തഡോളജിയിൽ അവരുടേതായ പ്രവർത്തന മേഖലയിൽ മാറ്റം വരുത്താനും പലപ്പോഴും നമുക്ക് സാധിക്കും. അതുകൊണ്ട് മിഥ്യാബോധം ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരു ശുഭാപ്തി വിശ്വാസം എപ്പോഴും അച്ഛന്മാർക്ക് ഏറ്റവും അത്യാവശ്യമാണ്, ശുഭാപ്തി വിശ്വാസം. അടുത്തത് ഒരു ബഹിർമുഖത്വം, ഒരു ഇൻട്രോവേർഷൻ ഉണ്ടായിരിക്കണം. ബാഹ്യലോകവുമായിട്ടൊരു അടുപ്പം. തീർച്ചയായിട്ടും ഒരു ബാഹ്യലോകവുമായിട്ട് ഇന്ന് വളരെ അടുപ്പം കുറവാണ്. അത് പ്രത്യേകിച്ച് കുട്ടികൾക്കും. അച്ഛൻ്റെ മക്കൾ വന്ന് കൗൺസിലിംഗിൽ പറയും, ഞങ്ങൾക്കൊരു ജീൻസ് ഇടാൻ സാധിക്കുകയില്ല, ഞങ്ങൾക്കൊരു കൂട്ടസ് ഇടാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ഒരുങ്ങി നടക്കാൻ സാധിക്കില്ല. അച്ഛൻ്റെ മക്കൾ എന്നുള്ള മുദ്ര കുത്തപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് അത്യാവശ്യം സമൂഹത്തിലെ മാറ്റങ്ങൾ അനുസരിച്ച് അത്യാവശ്യം വേണ്ടിയ മാറ്റങ്ങൾ, ഒരിക്കലും സഭയുടെ അല്ലെങ്കിൽ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിഭിന്നമായിട്ടോ വിപരീതമായിട്ടോ അല്ല, അത്യാവശ്യം വേണ്ടിയ മാറ്റങ്ങൾ അവർക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അടുത്ത അച്ഛൻ പറഞ്ഞു, എനിക്ക് കൊച്ചന്മാർ ചുരിദാർ ഇട്ടുകൊണ്ട് വരുന്ന ഇഷ്ടമില്ല. അച്ഛൻ എന്നോട് പറഞ്ഞത് നമുക്ക് അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നിഷ്കർഷിക്കാനൊന്നും പറ്റത്തില്ല. അച്ഛൻ്റെ കൊച്ചന്മാർ സാരി മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ, ചുരിദാർ ഇടാൻ പറ്റത്തില്ല, അങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാലത്തിന്റെ യാത്രയുടെ ഒരുപാട് യാത്ര ചെയ്യേണ്ടത്, പല മേഖലയിൽ ജോലി ചെയ്യേണ്ടവരൊക്കെ ചിലപ്പോൾ നമ്മുടെ വേഷത്തിലൊക്കെ ഒരു മാറ്റങ്ങൾ ചിലപ്പോൾ വരാം. അത് മറ്റുള്ളവർക്ക് അരോചകമായിട്ടോ സഭയുടെ അല്ലെങ്കിൽ ചട്ടക്കൂടിനകത്ത് നിന്നൊരു വിപ്ലവം ഉണ്ടാകുന്നൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയ ബാഹ്യലോകവുമായിട്ട് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ വസ്ത്രധാരണ രീതിയും അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ സാന്നിധ്യങ്ങളിലൊക്കെ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാകണം. അല്ലാതെ എന്നും ഒരു ഒതുങ്ങി അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പുള്ള അച്ഛനമ്മൾ ഒതുങ്ങി അടങ്ങി വളരെ ഒന്നും മിണ്ടാതെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാതെ ചോദിച്ചറിയാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കാതെ വളരെ വീർപ്പുമുട്ടി കഴിയുന്ന ഒരു അവസ്ഥയല്ല വേണ്ടി. തീർച്ചയായിട്ടും അത് മക്കളെ ഒരുപാട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അടുത്ത സമയത്ത് ഇവിടുത്തെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ കുറച്ച് അച്ഛന്മാരുടെ മക്കളൊക്കെ പഠിക്കുന്ന ഒരു സ്ഥാപനമാണത്. പലപ്പോഴും ആ കുട്ടികളും നമ്മളോട് കൗൺസിലിംഗിൽ പറയുന്ന ഒരു കാര്യമാണ്, മിസ്സേ ഇങ്ങനത്തെ ചില ചട്ടക്കൂടിനകത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനോ സ്വതന്ത്രമായിട്ട് കാര്യങ്ങളെ വീക്ഷിക്കാനോ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് അച്ഛൻ്റെ കുട്ടികൾ പലപ്പോഴും പറയുകയും അതിനോടൊപ്പം തന്നെ കൊച്ചമ്മമാർ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെയൊക്കെയാണ് നമുക്ക് ആദ്യം പറഞ്ഞ ആത്മാഭിമാനം. ഏതറ്റം വരെ പോകാം, എവിടെ വരെ പോകാം എന്നുള്ളത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിമാനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാരണങ്ങളെ ശരിയായ രീതിയിൽ പറയാനും ശരിയായ രീതിയിൽ വീക്ഷിക്കാനും ചോദിച്ചറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ. അച്ഛൻ്റെ കൊച്ചമ്മയായവരുടെ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ അറിയരുതെന്നും സമൂഹത്തോട് പ്രതികരിക്കരുതെന്നും സമൂഹമായിട്ട് ബന്ധപ്പെടണമെന്ന് പറയുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും കാലത്തിനനുസരിച്ച് തന്നെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ അടുത്തൊരു ജനറേഷനെ ശരിയായ രീതിയിൽ നമുക്ക് കൊണ്ടുവരാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നല്ല വായനകളും നല്ല ടോക്കുകളൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യണം. അല്ലാതെ വേദപുസ്തകം മാത്രം വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. വേദപുസ്തകമാണ് ഏറ്റവും നല്ല കൗൺസിലിംഗ് പുസ്തകം ഞാൻ പറയും. അതിൽ കൂടെ അതിനോടൊപ്പം തന്നെ
പുസ്തകങ്ങളിലൂടെ തന്നെ നമ്മൾ വായിക്കുകയും ഇന്നത്തെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ നിലനിൽപ്പ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കുറച്ചുകൂടി നമുക്ക് മുൻപോട്ട് വരാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ഇതിനകത്ത് ഇരിക്കുന്ന പലർക്കും പഠിക്കാനും പഠിച്ച് മുമ്പോട്ട് പോകാനും ഒക്കെ സൗകര്യമുള്ളവരാണ്. തീർച്ചയായിട്ടും കുറച്ച് അറിവുകളും മനഃശാസ്ത്രപരമായ അറിവുകളും ഒക്കെ നമ്മൾ നേരിടേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നാല് ഘട്ടമുണ്ട്. ഹ്യൂഗ് പറയുന്ന 4 ഘട്ടം. അത് 2 ഘട്ടം 40 വയസ്സുകൊണ്ട് തീരുക. അടുത്ത 3-ാമത്തെ 4-ാമത്തെ ഘട്ടം 40 വയസ്സ് കഴിയുമ്പോൾ വീണ്ടും തുടർന്നുണ്ട്. അല്ലാതെ വ്യക്തിത്വ രൂപീകരണം നമ്മൾ 20 വയസ്സിലോ 25 വയസ്സിലോ അല്ലെ അടുത്ത 10 വയസ്സുകൊണ്ട് നിൽക്കുന്നില്ല. വ്യക്തിത്വ രൂപീകരണം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. 40 കഴിയുമ്പോഴാണ് അടുത്ത വ്യക്തിത്വ രൂപീകരണം. തീർച്ചയായിട്ടും 40 കഴിയുമ്പോൾ ആത്മീയമായിട്ട് കുറച്ചുകൂടെ പരിപോഷണം വരുന്ന കാലഘട്ടമാണ് 40 കഴിയുന്ന കാലഘട്ടം. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ വ്യക്തിത്വ രൂപീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളാരും നിന്നിടത്ത് നിൽക്കുകയല്ല വേണ്ടത്. വീണ്ടും ഉയർന്നുയർന്ന സഭയിലേക്ക് വരണം. സഭയുടെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അതുപോലെ സഭയിലെ പുതിയ പുതിയ വ്യതിയാനങ്ങൾ വരുത്താനൊക്കെ നിങ്ങളുടെ സംഘടനയ്ക്ക് കൂട്ടായ്മയ്ക്ക് സാധിക്കണം. അവിടെ ശക്തമായ ഒരു കൂട്ടായ്മ, എല്ലാ ഭദ്രാസനങ്ങളിലും കൊച്ചന്മാരും നല്ല കൂട്ടായ്മ വേണം. മാസത്തിലൊരു ക്ലാസ് ഒക്കെ അവിടെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെ മൂവ് ചെയ്യുന്നു, അത് ഞാനൊക്കെ ഞങ്ങളുടെ പള്ളിയിലെ കൊച്ചമ്മ എന്ത് ചെയ്യുന്നു അത് ഇപ്പോഴും നിരീക്ഷിക്കുന്ന ഒരാളാണ്. അല്ലാതെ വളരെ ഒതുങ്ങിയ മാറി അച്ഛനോട് കൃത്യ സന്ധ്യാവസ്ഥാനത്തിൽ വന്ന് കുർബാന കഴിഞ്ഞ് കൃത്യം പോകുന്ന ഒരു കൊച്ചമ്മയല്ല ഞങ്ങളാരെ എക്സ്പെക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഇടപെടുന്ന, കുറച്ചുകൂടെ ബൗദ്ധികമായിട്ട് ചിന്തിക്കാൻ നിലവാരമുള്ള തലത്തിലേക്ക് നമുക്ക് വരേണ്ട ആവശ്യമുണ്ട്. എനിക്ക് 40 വയസ്സ്, എനിക്ക് 45 വയസ്സ്, എനിക്ക് മാറ്റം പറ്റത്തില്ല എന്ന് ചിന്തിക്കേണ്ട. 80 വയസ്സിലും ഇംഗ്ലീഷ് പഠിച്ച് ഞങ്ങളുടെ ക്ലാസ് എടുത്ത് ഓസ്ട്രിയക്കാരി മദാമയെ കുറിച്ച് വളരെ സന്തോഷത്തോടെ എനിക്ക് പറയാനുണ്ട്. അവരുടെ ഭാഷ നമുക്കറിയുന്നത്, നമ്മുടെ ഭാഷ അവർക്ക് അറിയുന്നില്ല. പക്ഷെ 80-ാമത്തെ വയസ്സിൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് ക്ലാസ് എടുത്തൊരു മദാമയുണ്ട്. അപ്പൊ നമുക്ക് ഏത് കാലത്തിലും പഠിക്കാനും വളരാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് വീണ്ടും നമ്മളുടെ പഠനങ്ങളും വളർച്ചയൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കണം. വിദ്യാഭ്യാസം ഒരു തുടർ വിദ്യാഭ്യാസമാണ്. ഒരിക്കലും ഒരു 30 വയസ്സ് 20 വയസ്സിലൂടെ തീരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത നമ്മുടെ ആത്മനിയന്ത്രണം. സാധാരണ ഇന്ന് ഇല്ലാതെ പോകുന്നൊരു കാര്യമാണ് ആത്മനിയന്ത്രണം. കൊച്ചമ്മമാരിൽ പോലും അത് വളരെ കാണാതെ പോകുന്നൊരു കാര്യമാണ് ആത്മനിയന്ത്രണം. എങ്ങനെ സ്വയം ഒന്ന് നിയന്ത്രിക്കണം, എങ്ങനെ സ്വയം കാര്യങ്ങളെ ചിന്തനം ചെയ്യണം. തീർച്ചയായിട്ടും ഒരു ആത്മനിയന്ത്രണത്തിന്റെ അഭാവം പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും ഒരു ഘട്ടം കഴിയുമ്പോൾ ചിന്തിക്കുന്നത്, ഞാൻ ആരാണ്, എൻ്റെ ജീവിതത്തിൽ ഉദ്ദേശം എന്താണ്, എൻ്റെ ജീവിതത്തിന്റെ പ്രാധാന്യം എന്താണ്, ഞാനിങ്ങനെ കുറച്ചുനാൾ ഒരു പള്ളിയിൽ ജീവിച്ചു, കുറച്ചുനാൾ വേറൊരു പള്ളിയിൽ ജീവിച്ചു, ഇങ്ങനെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ? പലപ്പോഴും നമുക്ക് നമ്മളെക്കുറിച്ച് വലിയ ചോദിച്ചിട്ടേ വരും. ഞാൻ എന്താണ്, എങ്ങനെയാണ്, എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടോ, എൻ്റെ ജീവിതത്തിന്റെ പ്രാധാന്യമുണ്ടോ? ഒരിക്കലും അത് പറയാൻ പാടില്ല. ഈ സംശയങ്ങളൊക്കെ ഒരു പ്രത്യേകിച്ച് മിഡിൽ ഏജിൽ ഉണ്ടാകുന്ന ഒരു സംശയങ്ങളാണ്. ഈ വികാരങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ, നമുക്കൊരു ആത്മനിയന്ത്രണം ഇല്ലാതെ വരുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു വികലമായ ചിന്ത ഉണ്ടാകുകയാണ്. ഒരിക്കലും ഒരു വികലമായ ചിന്ത ഉണ്ടാക്കാൻ പാടില്ല. ഒരു ആത്മനിയന്ത്രണം എന്നെക്കുറിച്ച് അവിടെ ഞാൻ വീണ്ടും പറയണേ, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ജനനത്തെക്കുറിച്ച്, എന്നെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു ആത്മനിയന്ത്രണത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒരു ആത്മനിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ വ്യക്തിബന്ധങ്ങളുമായിട്ടാണ് അത് കൂടുതൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആത്മനിയന്ത്രണം, എവിടെ എനിക്ക് നിയന്ത്രണങ്ങൾ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞില്ല, കുട്ടി പറയുകയായിരുന്നത് കൊച്ചമ്മ അത്രയും ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ, മറ്റുള്ളവർ മുമ്പിൽ സംസാരിച്ചപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലായി പോയി. തീർച്ചയായിട്ടും ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ഈ പറയുന്നത് ആവശ്യ സമയത്ത് അച്ഛനെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളോടും നമ്മൾ നോക്കി നടത്തേണ്ടി വരും. ഒക്കെ വരുമ്പോൾ നമ്മൾ ആത്മനിയന്ത്രണം വിട്ടുപോകും. ഇന്നിവിടെ പറഞ്ഞ അച്ഛൻ്റെ കൂടെ ഒപ്പം വന്നു, ശരിയാ, പരസ്പര പൂരകങ്ങളൊക്കെയാണ്. പക്ഷെ എപ്പോഴും നമുക്ക് പരസ്പര പൂരകങ്ങളാകാൻ സാധിക്കുകയില്ല. ഇന്നും തന്നെത്താനെന്ന് പോയി ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ അറിയാത്ത കൊച്ചന്മാരുണ്ട്, തന്നെത്താൻ ബസ് കയറി പോകാൻ അറിയാത്ത കൊച്ചന്മാരെല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ജീവിക്കാൻ സാധിക്കത്തില്ല. ആ ഡിപ്പെൻഡൻസിയുടെ കാലം പ്രത്യേകിച്ച് ഈ 40 കഴിയുമ്പോൾ 35 കഴിയുമ്പോൾ ഡിപ്പെൻഡൻസി വിട്ട് നമ്മൾ സ്വയം പര്യാപ്തത നേടണം. ഇങ്ങനൊന്നും സാധിക്കാതെ വരുമ്പോൾ ആത്മനിയന്ത്രണം നമുക്ക് വിട്ടുപോകുന്നുണ്ട്. മറ്റൊരു സമയത്ത് കൗൺസിലിംഗ് ഒരു പുള്ളിക്കാരി കൗൺസിലിങ്ങിന് വന്നു. 30-32 വയസ്സുണ്ട്. കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഹസ്ബൻഡ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പ്രീസ്റ്റാന്ന് പറഞ്ഞു. പെട്ടെന്ന് നമ്മൾ ചാടി ഏത് ഇതിലാന്ന് ഞാൻ ചോദിക്കാറില്ല. ചോദിച്ചിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ കൊച്ചമ്മയ്ക്ക് കുറച്ച് നാൾ പുറത്തെടുത്ത് ജോലി ചെയ്യാൻ പോകേണ്ടി വന്നു. തിരിച്ച് ഇടയ്ക്ക് അച്ഛൻ താമസിക്കുന്ന ഭാഷയിൽ വരുമ്പോൾ അച്ഛൻ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നു. അച്ഛൻ എപ്പോഴും വളരെ തിരക്ക്, ഫോൺ വിളികളൊക്കെ. അപ്പോൾ കൊച്ചമ്മ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ ബാല്യത്തിലും കൗമാരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഈ 40-ലും 50-ലും ഒക്കെ നമ്മളിങ്ങനെ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കും ചിലരുടെ കേസിൽ.
കൊച്ചമ്മ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർന്നൊരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൻ പള്ളിയിലെ ട്രസ്റ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ പോലും, ഒരു മകളെ ഉള്ളായിരുന്നെങ്കിൽ പോലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അപ്പനും അമ്മയും നല്ല ബന്ധത്തിൽ ഉള്ള വീടല്ലായിരുന്നു. അപ്പോൾ കൊച്ചമ്മ വളരെ പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ എന്ന് പറയുമ്പോൾ കരുതലും സപ്പോർട്ടും ഇതുപോലെ സ്വാതന്ത്ര്യങ്ങളൊക്കെ കിട്ടുന്ന പ്രതീക്ഷയോടെ ആ കൊച്ചമ്മ വന്നത്, ജീവിതത്തിലേക്ക് കടന്നു വന്നു. പക്ഷേങ്കിൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളുകൊണ്ട് കൊച്ചമ്മയ്ക്ക് വേറെ ഒരു ജോലി ചെയ്യേണ്ടി വരുന്നു. കൊച്ചിനെ അവരുടെ വീട്ടിൽ താമസിപ്പിച്ചിട്ട് കൊച്ചമ്മ വേറെ സ്ഥലത്ത് പോകുന്നു. തിരിച്ച് പലപ്പോഴും വരുമ്പോൾ അച്ഛൻ വളരെ ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറുകയും ഒരു ഫോണിൽ തന്നെ അച്ഛൻ പലപ്പോഴും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ കൊച്ചമ്മ പറയുന്നു, വരുന്ന എന്നെ ഒരു കരുതലോ അല്ലെ ഇടയ്ക്ക് എന്നെ ഫോൺ വിളിക്കുകയോ ഒന്നും ചെയ്യാറില്ല. കാര്യം ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ മാറിപ്പോയി നിന്ന് കഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം അവധിക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചമ്മയുടെ അച്ഛൻ പറഞ്ഞു, ഒരു വീട്ടിൽ വരുമ്പോഴൊക്കെ നിർബന്ധമായിട്ട് വിളിച്ചോണ്ട് പോകുന്നു. കൊച്ചമ്മയ്ക്ക് അതൊരു ഇഷ്ടപ്പെടുന്നില്ല. അപ്പം പറഞ്ഞ് ഹൗസ് വിസിറ്റിംഗ് പോകുമ്പോൾ എല്ലാ വീടുകളിലും പോകണം, നമ്മൾ മാറി നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കത് മോശമാണെന്ന് പറഞ്ഞാണ് വിളിച്ചോണ്ട് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം അവർ കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ അച്ഛൻ ഫോണും കൊണ്ട് സ്റ്റോവിനകത്ത് നിന്ന് പതുക്കെ സംസാരിക്കുന്നു. കൊച്ചമ്മയ്ക്ക് അത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കൊച്ചമ്മ ഫോൺ വലിച്ച് വാങ്ങിക്കുകയും അച്ഛനിട്ട് അടിക്കുകയും ചെയ്തെന്ന് എന്നോട് പറഞ്ഞത്. പക്ഷെങ്കിൽ വളരെ ഡിപ്രസ്ഡായിട്ട് അവർ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഒരു മാനസിക നിലയൊക്കെ വിട്ട്, മാനസിക നിലയൊക്കെ വളരെ വിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കൗൺസിലിംഗ് കൊണ്ട് പറ്റത്തില്ല, നമുക്ക് എത്ര നേരം മെഡിസിൻ കൊടുക്കണം. വളരെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ കൊച്ചമ്മയ്ക്ക് ഊണില്ല, ഉറക്കമില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഒരു ഭയങ്കര വൈകാരിക മനസ്സിലിരിക്കുന്ന ഒരവസ്ഥ, ഒരു അഗ്രസീവ് നേച്ചറിലേക്ക് പോകുന്നു. അപ്പം ഞാനിവിടെ പറഞ്ഞത്, ഇപ്പൊ പക്ഷെ കൊച്ചമ്മയോട് സംസാരിക്കുമ്പോൾ ഒരു സെൻസ് പറഞ്ഞത് ചെയ്യാൻ പാടില്ലായിരുന്നു. തീർച്ചയായിട്ടും ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വളരെ സങ്കടത്തോടാണ് പറഞ്ഞത്. ഒരു വികാര നിയന്ത്രണം അവിടെ പറ്റാതെ പോയി. നമ്മളെപ്പോഴും മനുഷ്യരാണ്. അച്ഛൻ്റെ കൊച്ചമ്മയാണെന്ന് പറഞ്ഞാലും, സാധാരണ ഭാര്യ എന്ന് പറഞ്ഞാലും, ഒരു ടീച്ചറാണെന്ന് പറഞ്ഞാലും ഒക്കെ നമ്മളൊക്കെ സാധാ മനുഷ്യരാണ്. തീർച്ചയായിട്ടും ഒരു വികാര നിയന്ത്രണം വളരെ അത്യാവശ്യം ഉള്ള സന്ദർഭങ്ങളിൽ പോലും നമ്മൾ പലപ്പോഴും പൊട്ടിത്തെറിച്ചു പോകുന്നു. ഇതിനു മുമ്പൊക്കെ നമ്മൾ ദേഷ്യപ്പെട്ട് വരച്ചപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ചില സന്ദർഭങ്ങളിൽ ആ വികാര നിയന്ത്രണം വളരെ അത്യാവശ്യം. ആ വികാര നിയന്ത്രണം വേണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒന്ന്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും നമുക്കില്ലാതെ പോകുന്നു. ഒരു റിലാക്സ് കൃത്യമായിട്ട് എടുക്കാൻ പറ്റാതെ പോകുന്നു. ആത്മീയത കുറഞ്ഞു പോകുന്നു. ഇതൊക്കെ വികാര നിയന്ത്രണത്തിന്റെ ബുദ്ധിമുട്ടുകളാണ്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ അത് ശരിയായ എക്സസൈസ് ഇല്ല. നമ്മുടേതായ 10 മിനിറ്റ് സമയം നമ്മൾ ചെലവഴിക്കുന്നില്ല. എന്നും നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി എല്ലാം വെച്ചും വിളമ്പി നമ്മുടെ ജോലിക്ക് പോകും. അവർ 10 മിനിറ്റെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കാനും, നമുക്കിഷ്ടം പാട്ട് കേൾക്കാനും, നമുക്കിഷ്ടം ഹോബി ചെയ്യാനും ഒന്നും നമ്മൾ മാറ്റി വെക്കുന്നില്ല. ഒരു 10 മിനിറ്റ് റിലാക്സ് ചെയ്യാൻ തന്നെ ചെയ്യണം. അത് പലപ്പോഴും നമുക്ക് പറ്റാതെ പോകുന്നു. ജോലിയും കുട്ടികളുടെ കാര്യം, പള്ളിയിലെ കാര്യങ്ങളും, ഭർത്താവിൻ്റെ കാര്യം ഒക്കെ ചെയ്ത് നമ്മൾ പോകുമ്പോഴേ ഒരു വികാരങ്ങൾ വളരെ ഹൈ ആയി പോകുന്നു. തീർച്ചയായിട്ടും അതിന് കുറച്ച് സമയം നമ്മൾ കൊടുക്കണം. നല്ല കൃഷിയോ അല്ല ഇഷ്ടമുള്ള ഹോബികളോ അല്ലെങ്കിൽ മൃഗങ്ങളെ വളർത്തുന്നോ എന്തെങ്കിലും ഒത്തിരി സമയം നമ്മൾ മാറ്റി വെക്കണം. ഇന്ന് സീരിയൽ ഭരണത്തിൻ്റെ പുറകെ അല്ല നമ്മൾ പോകേണ്ടത്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കറിയാം, എന്നോട് ഒരു കുട്ടിയുടെ അമ്മ ഇതുപോലെ ഒരു അച്ഛൻ്റെ കൊച്ചമ്മ എന്നോടൊന്ന് പറഞ്ഞു, മമ്മിക്ക് സീരിയൽ കഴിഞ്ഞിട്ട് സമയമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ ഈ മൈക്ക് കുറച്ച് പരിമല വരുമ്പോഴേ കേൾക്കാം, അവിടെ കട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഞാൻ കയറി നിൽക്കണം. ജംഗ്ഷന് വരുമ്പോഴേ ഇതിൻ്റെ ശബ്ദം അവിടെ കേൾക്കാം. ഇത് നമ്മളിത് അടിച്ചു വിട്ടാലേ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് സീരിയൽ ക്രമം ഇല്ലെന്ന് പറയണ്ട. എന്തിനാ സൂര്യപുത്രി, ദത്തുപുത്രി, കാവ്യപുത്രി, മാനസപുത്രി, എനിക്കറിയത്തില്ല, എന്തൊക്കെ കാണാം, ഇതൊക്കെ കാണുന്നുണ്ട്. ഇല്ലെന്ന് നമ്മൾ പറയണ്ട. ഞാൻ എല്ലാവരെയും കൂടെ അല്ല പറയുന്നത്, എൻ്റെ മുമ്പിൽ വരുന്ന കേസ് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേങ്കിൽ ഇതൊക്കെ നമുക്ക് വേണം. പക്ഷേ അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം, എത്ര സമയം, എങ്ങനെ വേണം എന്നൊക്കെ നമ്മളാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് അച്ഛൻ്റെ കൊച്ചമ്മയുടെ സീരിയൽ കാണരുതെന്നൊന്നുമല്ല ഞാനിവിടെ പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ എങ്ങനെ കാണണം, എങ്ങനെ എടുക്കണം എന്ന് നമ്മൾ വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്നോടുള്ള അഭിമാനം എപ്പോഴും ഉണ്ടായിരിക്കണം. ചിലത് ചെയ്യുമ്പോൾ ആരും കാണുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ എനിക്ക് എന്നോട് എങ്ങനെ ഒരു അഭിമാനം ഉണ്ടായിരിക്കണം എന്ന് ചിന്തിക്കുക. അതേപോലെ തന്നെ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു പയ്യൻ പറഞ്ഞു, ഞാനൊരു അച്ഛൻ്റെ മകനാണ്, കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്കൊരു അച്ഛനാകാൻ തന്നെ താല്പര്യമാണ്. പക്ഷെ അത് 18 വയസ്സുണ്ട്. അവൻ കാണാത്ത സീഡികളും കാര്യങ്ങളും ഒന്നും ഇല്ല. പക്ഷെ എനിക്ക് ഭാവിയിൽ അച്ഛനാകാൻ തന്നെയാണ് താല്പര്യം. പക്ഷേങ്കിൽ അപ്പോൾ ഈ അച്ഛൻ അവിടെ വെച്ചിട്ട് പോകുന്ന മൊബൈൽ എടുത്താണ് രാത്രിയിൽ നെറ്റ് കണക്ഷനിൽ കൂടി തെറ്റാൻ വ്യക്തികളിൽ കാണുന്നത്. അപ്പോൾ ആ അച്ഛൻ മനസ്സിലാക്കുന്നില്ല, മകനെ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, അച്ഛൻ്റെ മക്കളായതുകൊണ്ട് ഒരു തെറ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഒരു തിന്മയിലേക്ക് പോകത്തില്ല എന്ന് വിചാരിക്കേണ്ട. പക്ഷേങ്കിൽ അവർ നമ്മളെ ബലഹീനരാണ്, സാധാരണ ജീവിതം നയിക്കുന്നവരാണ്, ഈ മാറ്റങ്ങളൊക്കെ അവർ ഉൾക്കൊള്ളുന്നവരാണ്. അതുകൊണ്ട് ആ തെറ്റിലേക്ക് പോകത്തില്ലെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ പോകുന്നുണ്ട് ചിലരെങ്കിലും. പക്ഷെ അതൊരു നിരീക്ഷണം, ഒരു വീക്ഷണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ആ ഫോണൊക്കെ അലക്ഷ്യമായിട്ട് അങ്ങനെ
എടുത്തോണ്ട് പോകുന്നതും ഈ മൊബൈലിൽ കേൾക്കുന്നു, അച്ഛനോടുന്ന് തിരിച്ചാ ടേബിളിൽ കൊണ്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കാം. അതേപോലെ മറ്റൊരു പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, ഇപ്പൊ ഏത് പള്ളിയിലാണ് അച്ഛൻ ജോലി ചെയ്യുന്നത്? അതിന് ചെക്ക് പോസ്റ്റ് പള്ളി. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു പള്ളിയുണ്ടോ ചെക്ക് പോസ്റ്റ് പള്ളി? എനിക്ക് പള്ളിയുടെ പേരൊന്നും അറിയത്തില്ല. ഞാൻ 2 മാസമായിട്ട് അവിടെ വന്നിട്ട് വളരെ നെഗറ്റീവായിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മറ്റുള്ളവരെ അച്ഛന്മാരിൽ നിന്ന് ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ സ്വന്തം മക്കളുടെ നില എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്നൊരു അവബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമാണ്. അവിടെ കുറച്ചുകൂടെ നമ്മൾ അവരുമായിട്ട്, ചിലപ്പോൾ അച്ഛൻ ദേഷ്യമുള്ള അച്ഛനായിരിക്കാം, എഴുതിയാടുന്ന അച്ഛനായിരിക്കാം, ചിലപ്പോൾ അച്ഛനും ഈ പറഞ്ഞ പോലെ വളരെ ക്രൈസിസ് കൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കാം. എങ്കിൽ പോലും ചില കാര്യങ്ങളെങ്കിലും അവരുമായിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ അവരുടെ മൂടും അവരുടെ രീതിയൊക്കെ അനുസരിച്ച് വേണം ചില കാര്യങ്ങൾ പറയാൻ. ഒരു വികാരനിന്ദത ഇല്ലാത്തവർ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ അടിച്ചുവിടും. ഒരിക്കലും അടിച്ചുവിടാൻ പാടില്ല. കുറച്ചും കൂടെ നമ്മളൊരു തന്മയത്തോടുകൂടി വേണം കാര്യങ്ങൾ മനസ്സിലാക്കി അവരുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് നമുക്കുണ്ടാകുന്നത് ഗതകാല സ്മരണകൾ. പലപ്പോഴും നമുക്ക് നമ്മുടെ പേരൻസിനെ ശരിക്കും നോക്കിയില്ല, നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ല, നേടാനുള്ളത് നേടിയില്ല. ഇത് പലർക്കും ഉള്ളൊരു വിഷമമാണ്. അന്ന് അച്ഛനെ ഒച്ചനെ നല്ല അച്ഛനെ കിട്ടി, അതുകൊണ്ട് കിട്ടാനുള്ളത് വീട്ടിൽ നിന്ന് കിട്ടിയില്ല, എനിക്ക് വേണ്ടിയ പോലെ അച്ഛൻ്റെ ട്രാൻസ്ഫറനുസരിച്ച് പോയിട്ട് എൻ്റെ പേരൻസിനെ നോക്കാൻ എനിക്ക് പറ്റിയില്ല. ഇങ്ങനത്തെ ചില ചിന്തകൾ തീർച്ചയായിട്ടും വളരെയധികം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ചിലപ്പം നോക്കാൻ പറ്റിയില്ലായിരിക്കും, പക്ഷെ നമ്മൾ കഴിയുന്നിടത്തോളം നമ്മൾ നമ്മുടെ പേരൻസിനൊക്കെ പോയി നോക്കിയെങ്കിൽ അടുത്ത തലമുറക്ക് ഒരു മെസ്സേജ് ആയിട്ട് കിട്ടത്തുള്ളൂ. എൻ്റെ ആങ്ങളമാരുമായിട്ട്, എൻ്റെ സഹോദരങ്ങളായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ് എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാകെ അടുത്ത തലമുറയിൽ കൈമാറ്റം കൊടുക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോയി, പക്ഷെ അതിങ്ങനെ ഓർത്തോർത്തിരുന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളത് ചെയ്യുക തന്നെ വേണം. പിന്നെ നമുക്ക് ഇതിനകത്ത് വികാരത്തിൽ നിന്ന് വരുന്ന ഒരു മുഖപ്രസാദം. പലപ്പോഴും ഒരു മുഖപ്രസാദം കാണത്തില്ല, എന്തൊക്കെയോ കെട്ടി തലയിൽ വെച്ച് നടക്കുന്ന പോലെ. എന്തുകൊണ്ടൊരു മുഖപ്രസാദം ഇല്ലാതെ പോകുന്നു? ഒരു ചിരിക്കാനായിട്ട് നമ്മളൊന്ന് ചിരിക്കുകയും മറ്റുള്ളവരെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ ഉണ്ടാകുന്നുണ്ട്. ഈ നടുവേനയും കാലുവേനയും മുട്ടുവേനയും ഒക്കെ ഇങ്ങനെ ടെൻഷനും വൈരാഗ്യവും കുശുക്കും അസൂയൊക്കെ പിടിച്ചു വെച്ചോണ്ട് പോകുന്നോണ്ട് ഇതുണ്ടാകുന്നത്. അതൊന്ന് ചിരിക്കുക. അച്ഛൻ്റെ കൊച്ചമ്മയാണ് ചിരിക്കരുതെന്ന് ഒരു നിയമമില്ല. ഏറ്റവും പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരും സ്വീകരിക്കട്ടെ. ഞാൻ എപ്പോഴും ഡിവോഴ്സിന്റെ കൊച്ചമ്മ എപ്പോഴും കണ്ടാലും കയ്യിലൊന്നും കയറി പിടിച്ചൊരു ചിരിയുണ്ട്. ഒന്നും ചിലപ്പോൾ സംസാരിക്കാൻ സമയം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടത്തില്ല. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് പലപ്പോഴും നമ്മൾ ആ ഒരു ഹെഡ് വെയിറ്റില്, ചില കൊച്ചന്മാർക്ക് ഭയങ്കര ഹെഡ് വെയിറ്റ്, ഇനി എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ലേ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കും, ഭയങ്കര ഹെഡ് വെയിറ്റ്. അങ്ങോട്ട് കയറി ചെന്ന് മിണ്ടണം, അവർ ഇരിക്കുന്നിടത്തോട്ട് ചെന്ന് മിണ്ടണം. ഒരിക്കലും ആകരുത്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചിലരങ്ങനെയാണ്, അവരെ മാറിയിടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പുറത്ത് നിന്നുണ്ട് ആ കൊച്ചമ്മയുടെ തന്റെ ഭാവം കണ്ടോ, ആ കൊച്ചമ്മയുടെ വീട്ടിലെയാണൊരു ഭാവമുണ്ട്. ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് എപ്പോഴും ഒരു പുഞ്ചിരിയുള്ള മുഖം ഉണ്ടായിരിക്കണം. എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കണം. അതുപോലെ നന്മയെ കാണുന്ന ഒരു മുഖം ഉണ്ടായിരിക്കണം. നന്മ കാണാൻ അവർക്ക് പറ്റത്തില്ല. അവരോട് എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു, പക്ഷെ മറ്റുള്ള ഒരാളുടെ നന്മയെ അവർക്ക് പറയാൻ പറയത്തുമില്ല. എന്തുകൊണ്ട്? സൺഡേ സ്കൂളിലുള്ള നിങ്ങൾക്ക് എത്രയോ ആധ്യാത്മിക സംഘടനകളൊക്കെ നിങ്ങളുടെ കയ്യിൽ കൂടെ കടന്നു പോകുന്നു. ഒരു നന്മയൊന്ന് എടുത്തു പറയാൻ, അതിനൊന്ന് പരിപോഷിപ്പിക്കാൻ എത്രമാത്രം നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അത് നിങ്ങളുടെ വലിയൊരു ദൗത്യം തന്നെയാണ്. ഇന്ന് മനസ്സിലാക്കാൻ, നന്മ എടുത്ത് പറഞ്ഞെങ്കിലേ വളർച്ച ഉണ്ടാകത്തുള്ളൂ. നമ്മളെല്ലാം ഇങ്ങനെ നെഗറ്റീവ് പറയും, കൊള്ളത്തില്ല, പന്നല്ല, ചീത്തയ, അവർ മോശം, ഇവര് മോശം, അല്ലെങ്കിൽ ഒരിക്കലും അല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അച്ഛൻ്റെ 3 ഗുണമെന്ന് പറയാൻ പറഞ്ഞാൽ എത്ര പേർക്ക് പറയാൻ പറ്റും? ഒന്ന് പറയാമോ? അച്ഛൻ്റെ 3 ഗുണമെന്ന് പറയാമെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ വേറൊന്നും ചോദിച്ചില്ല. അവിടെ ചിരിക്കുന്നു. സ്വന്തം ഭർത്താവിൻ്റെ 3 ഗുണം ഒന്ന് പറയാമോ ഞാൻ ചോദിച്ചത്? എല്ലാ ഗുണമുണ്ട്. അത് തന്നെ, എല്ലാ ഗുണമുണ്ടെന്ന് അച്ഛനൊക്കെ പറഞ്ഞു അല്ലേ? അതുപോലെ കുട്ടികളുടെ നന്മ, അമ്മായിയമ്മയുടെ നന്മ. ഏറ്റവും പള്ളിയിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന അമ്മമാരുടെ ഒരു നന്മയൊന്ന് എടുത്ത് പറഞ്ഞേ. വേറെ ഒന്നും വേണ്ട, അത് കേട്ടാൽ മതി. അവരവരുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നോളും. എല്ലാവരും ആഗ്രഹിക്കുന്ന നന്മ കേൾക്കാനാണ്. ചിലരുണ്ട് സമാജത്തെ പ്രശ്നം ഉണ്ടാകും, സൺഡേ സ്കൂളിൽ പ്രശ്നം ഉണ്ടാകും അല്ലേ? അങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്? വീണ്ടും അവർ ഹറാസിൽ താത്തിക്കെട്ടി നടക്കുന്ന കാര്യമല്ല. അവരുമായിട്ടൊരു സൗഹൃദം കൂടി അവർക്ക് എന്തെങ്കിലും നന്മയില്ലാത്ത ഒരുത്തരം കർത്താവ് ഇങ്ങോട്ട് വിട്ടിട്ടില്ല. ആ നന്മ ഒന്ന് എടുത്ത് പറയണം.
തീർച്ചയായിട്ടും ഈ നന്മ എത്ര എടുത്ത് പറഞ്ഞോ അത്രയും വളർച്ച നമുക്ക് ഉണ്ടാകുന്നത്. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നില്ല, മനസ്സിലാക്കാനും പറ്റുന്നില്ല. നന്മകളെ വീണ്ടും വീണ്ടും എടുത്ത് പറയണം. അപ്പം അതുപോലെ എന്തെങ്കിലും പ്രയാസമുണ്ട്, എനിക്ക് ഉപയോഗിക്കണം, എനിക്കതിൽ ബുദ്ധിമുട്ടുണ്ട്, എനിക്കതിൽ സങ്കടമുണ്ട്, എനിക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കൊച്ചുമക്കളോടാണെങ്കിലും പറയാം, അമ്മച്ചിക്ക് അത് ചെയ്തതിൽ വിഷമമുണ്ട്, നീ അങ്ങനെ ചെയ്തില്ല നല്ല പറയേണ്ടത്. മകൻ റിപ്പോർട്ട് കാർഡും കൂടെ വരുമ്പോൾ അമ്മയ്ക്ക് എനിക്കതിൽ വിഷമമുണ്ട്, മാർക്ക് ഇത്രയും കുറഞ്ഞതിൽ, അല്ല നീ അത് പറഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്, ഐ ഫാക്ട് ഉപയോഗിക്കാൻ പഠിക്കണം. അതുപോലെ നോ പറയാനും അറിഞ്ഞിരിക്കണം. അച്ഛൻ്റെ കൊച്ചമ്മമാരായതുകൊണ്ട് ആരോടും നോ പറയരുത് ഒരു ചിന്തയുണ്ട്. ഒരിക്കലും ശരിയല്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങൾക്ക് അഭിപ്രായമില്ലാത്ത ഏത് കാര്യത്തിനും നോ പറയാൻ റൈറ്റ് ഉണ്ട്. ആ പറയുമ്പോൾ സൗമ്യമായിട്ട് നമുക്ക് നമ്മുടെ റെസ്പെക്റ്റോടുകൂടി മറ്റേ ആളിനോട് റെസ്പെക്റ്റോടുകൂടി തന്നെ നോ പറയണം. നോ പറയാൻ റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. ഇഷ്ടമില്ലാത്ത, സ്വീകാര്യമല്ലാത്ത, അസ്വസ്ഥത ഉളവാക്കുന്ന എന്ത് സംഗതിയും എനിക്ക് താല്പര്യമില്ല കേട്ടോ, എനിക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ല, അവിടെ അർത്ഥം മുറിച്ച് ദേഷ്യപ്പെട്ടല്ല നോ പറയേണ്ടത്. റെസ്പെക്റ്റോടുകൂടി ആ നോ പറഞ്ഞു ജീവിതകാലം മുഴുവൻ ആ വ്യക്തി മോശമാണെന്ന് പറഞ്ഞ് നിങ്ങൾ മോശമാകുന്നില്ല. ഒരു റെസ്പെക്റ്റോടുകൂടി നോ പറയാനുള്ള എല്ലാ റൈറ്റും നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കണം. അത് കൊച്ചമ്മയായോണ്ട് ഇതൊന്നും പറയാൻ പറ്റത്തില്ല, കൊച്ചമ്മയായോണ്ട് ഇങ്ങനെ ജീവിക്കണം, കൊച്ചമ്മയായോണ്ട് ഇങ്ങനെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തും പറയാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അതേപോലെ പേരന്റിങ് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചൂഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വീടിനകത്തിൽ തന്നെയാണ് ലഭിക്കുന്നത് മനസ്സിലാക്കണം. അതേപോലെ മനസ്സിലാക്കണം, ഇപ്പൊ സൺഡേ സ്കൂളിൽ പഠിക്കാൻ വരുന്ന യൂത്ത് മൂവ്മെന്റ് ഉണ്ട് അല്ലെ, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഒരു നിരീക്ഷണം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തെങ്കിലും സംശയം അസ്വാഭാവികമായിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും അത് മറ്റുള്ളവരോട് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കുകയല്ല, അവരോട് തന്നെ നേരിട്ട് വിളിച്ച് സംസാരിക്കാനുള്ള ചങ്കുറ്റം കാണിച്ചിരിക്കണം. അത് ഉടനെ ചെന്ന് പള്ളിയിൽ പറഞ്ഞ് ട്രസ്റ്റിനോട് പറഞ്ഞല്ല, മറ്റവരോട് പറയുകയല്ല. ചില പള്ളി പരിസരത്തൊക്കെ ചില പ്രശ്നങ്ങളും ചില വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ കുട്ടികളോട് അത് വിളിച്ച് സംസാരിക്കാനുള്ള എല്ലാ റൈറ്റും നിങ്ങൾക്കുണ്ട്. അത് പാത്ത് മൂടി ഒളിപ്പിച്ച് വെക്കുക അല്ല ചെയ്യേണ്ടത് മനസ്സിലാക്കുക. അടുത്തത് ഞാൻ പറഞ്ഞില്ല, ഒരു കുട്ടി എഴുതി തന്നതാ, മധുവായി നിൽക്കുന്ന ചേട്ടൻ താഴെ നിൽക്കുന്ന ചേച്ചിയെ കൈ കാണിക്കരുത്, ശരിയാണോ? എനിക്ക് എഴുതി തന്നതാ. കുട്ടികളെ സൺഡേ സ്കൂൾ കുട്ടികളുടെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമോ ബുദ്ധിമുട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുട്ടി എഴുതി തന്ന കാര്യമാണ്, ഞങ്ങൾ ഫ്രണ്ട് നിൽക്കുന്നു, ആ ചേച്ചി താഴെ നിൽക്കുന്നു, ആ ചേച്ചിയെ മധുവായിട്ടെന്ന് ചേർത്തേക്കാൻ കൈ കാണിക്കുന്നു. എനിക്ക് എഴുതി തന്ന കാര്യം ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനെ യുക്തമായ രീതിയിൽ കൈകാര്യം ചെയ്യണം. അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കി പള്ളി മുഴുവൻ അറിയിച്ചല്ലത് കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സെക്സ് എഡ്യൂക്കേഷനൊക്കെ ഒരു വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. ഒരു 1.5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഓൾ ബോഡി പാർട്സ് കുട്ടിക്ക് പറഞ്ഞു കൊടുത്താണ് ഒരു സെക്സ് എഡ്യൂക്കേഷൻ തുടങ്ങുന്നത്. 1.5 തൊട്ട് 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പ്രൈവറ്റ് പാർട്സ് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം. തീർച്ചയായിട്ടും പള്ളി പരിസരമൊക്കെ പല ചൂഷണങ്ങളും നടക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കൗൺസിലിംഗിൽ കൂടെ വരുമ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. നമ്മുടെ കുട്ടികൾക്ക്, സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. 3 തൊട്ട് 5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ഒരു ഗുഡ് ടച്ച് ഉണ്ട്, ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കണം കുട്ടിയോട്. 5 തൊട്ട് 8 വയസ്സുള്ള ഒരു കാലത്തിൽ ഇതൊക്കെ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളും തുറന്ന് പറയാനൊരു വേദി ഉണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കണം. തീർച്ചയായിട്ടും ഒരു പ്രത്യേകിച്ച് പാർസലിലൊക്കെ താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഓടി വരാനും വെള്ളം കുടിക്കാനും അല്ലെങ്കിൽ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ ഉള്ള സമയവും അവസരമാണത്. അതുപോലെ 8 തൊട്ട് 10 വയസ്സിൽ എങ്ങനെ സ്വയം പ്രതിരോധിക്കണമെന്ന് പറയണം. 10 തൊട്ട് ഇന്ന് കൗമാരം തുടങ്ങുന്നത് 10 വയസ്സ് തൊട്ടാണ്. അച്ഛന്മാരൊന്നും വിചാരിക്കേണ്ട 13 വയസ്സിലാണെന്ന്. 10 വയസ്സ് തൊട്ട് കൗമാരം തുടങ്ങുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലൂടെയൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ ലോകം മുഴുവൻ മോശമാണെന്നും പുരുഷന്മാരെല്ലാം മോശമാണെന്നും അല്ല കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ സഭയുടെ പൈതൃകവും പാരമ്പര്യം അനുസരിച്ച് പുരുഷൻ തന്നെ അതോറിറ്റി, അതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ആരും ഒരു പുരുഷനും വിചാരിക്കേണ്ടത് സ്ത്രീ അടിമയാണെന്നും ആരും വിചാരിക്കേണ്ടത്. രണ്ടും മുമ്പേ പറഞ്ഞ പരസ്പര പൂരകമാണ്. കൊടുക്കേണ്ട റെസ്പെക്ട് പുരുഷന് കൊടുത്തിരിക്കണം. ഒരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണം സ്വന്തം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കണം. സ്വന്തം പെൺമക്കളോട് പുരുഷനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിരിക്കണം. ആ മക്കളോട് സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിരിക്കണം. ഇന്ന് നമ്മൾ പഴയ കാലത്ത് നിന്നൊക്കെ കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ മുൻപോട്ട് പോകണം. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ, ആത്മാഭിമാനം, ശുഭാപ്തി വിശ്വാസം, പിന്നെ ബഹുമുഹൂർത്തവും ആത്മനിയന്ത്രണവും തീർച്ചയായിട്ടും ഇത് നമ്മൾ മനസ്സിലാക്കി എടുത്തെങ്കിൽ മാത്രമേ നല്ല കൊച്ചമ്മമാരായിട്ട് സമൂഹത്തിന്, സഭയ്ക്കും പ്രയോജനമുള്ള കൊച്ചമ്മമാരായിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും ഈ
ഹോസ്പിറ്റലൊക്കെ അടക്കം പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ഈ കൊച്ചന്മാരിന്ന് കയ്യിലൊക്കെ പിടിക്കുമ്പം ഒരു വളരെ നിങ്ങൾ പറയുന്ന ഒരു മെഡിസിനേക്കാൾ ശക്തിയുണ്ട് നിങ്ങളുടെ ഒരു മാസ്മരിക് അറ്റാച്ച്മെന്റ് അത് നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇപ്പൊ വീട്ടിലൊക്കെ മരിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും ഇല്ല ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് കയറി ചെന്ന് നിങ്ങളുടെ ഒരു സാമീപ്യം മതി, നിങ്ങളുടെ ഒരു നോട്ടം മതി, നിങ്ങൾ ഒത്തിരി ഒന്നും സംസാരിക്കേണ്ട. ആ വ്യക്തികൾക്ക് കിട്ടുന്ന റിലീഫ് എന്താണെന്ന് കാര്യം അത്രമാത്രം മഹത്വം നിങ്ങളിലുണ്ട്. തീർച്ചയായിട്ടും ഒരു അച്ഛനുള്ള പോസിറ്റീവ് എനർജി മുഴുവൻ ആവാഹിച്ചെടുക്കുന്ന ഞങ്ങളല്ല, നിങ്ങളെ പോലുള്ളവർ, നിങ്ങൾക്കാ കിട്ടുന്ന മുഴുവൻ. അത് മനസ്സിലാക്കണം. ഒരു അച്ഛനുള്ള പോസിറ്റീവ് എനർജി കാര്യം ഈ മദ്ബഹായുടെ ശുശ്രൂഷയിൽ തിരിച്ചറിഞ്ഞ് വരുന്ന ഒരു വ്യക്തികളുടെ പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ കിട്ടും നിങ്ങൾക്ക്. ആ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് പകർന്ന് കിട്ടേണ്ടത്. അതുകൊണ്ട് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഒരു വലിയ ദൈവവിളിയായിട്ട് ഒരു വലിയ മഹത്വമുള്ള ഒരു ജോലിയായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. സ്ത്രീത്വത്തിന്റെ കാമ്പ്, ഒരു നല്ല കാമ്പുള്ള സ്ത്രീയായിട്ട്, അത് വിദ്യാഭ്യാസത്തിലാണ്, സാമൂഹ്യപരമായിട്ടും മതപരമായിട്ടും സാംസ്കാരികപരമായിട്ടും എല്ലാ കാര്യങ്ങളിലും ഒരു ഉയർന്ന കാഴ്ചപ്പാടോടുകൂടി വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അല്ലാതെ എപ്പോഴും 30 വർഷത്തെ മുമ്പത്തെ കാഴ്ചപ്പാടോടുകൂടിയല്ല. പിന്നെ ലാസ്റ്റില് നമ്മുടെ പ്രാർത്ഥന, അത് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. എന്നാലും ചിലരുടെ വീട്ടിൽ നോയമ്പുകളും പ്രാർത്ഥനയൊക്കെ സ്വല്പം കുറവുണ്ട്. ഇതൊക്കെ കൗൺസിലിങ്ങിലൂടെ കിട്ടുന്ന കാര്യങ്ങളായാലും ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിൻ്റെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നികത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോയി സഭയെ ഏറ്റവും നല്ല സുന്ദരമായ ഒരു ഭാവിയിലേക്ക് സഭയെ കെട്ടിപ്പടുക്കാൻ നിങ്ങളുടെ കഴിവ്, പ്രാപ്തി, നിങ്ങളുടെ സമയം ഇതൊക്കെ ഞങ്ങളെ പോലുള്ളവർക്ക് ഏറ്റവും വിലയേറിയതാണെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓർത്തഡോക്സ് സഭയുടെ അംഗമാകാൻ സാധിച്ചതിൽ വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ അഭിമാനം നിങ്ങളിൽ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇങ്ങനൊരു അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളോട് തീർച്ചയായിട്ടും ഒരു പകരക്കാരിയായിട്ട് വന്ന് നിന്നെങ്കിൽ പോലും തീർച്ചയായിട്ടും അതൊരു ദൈവഹിതമാണ്, ദൈവനിമിത്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും എല്ലാ വർഷവും ഇങ്ങനെ പേപ്പറിൽ കാണും. നിങ്ങളുടെ സമ്മേളനം കൂടി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല അതിലൊന്ന് 2 വാക്ക് പറയാൻ സാധിക്കുമെന്നൊന്നും ചിന്തിച്ചിട്ടില്ല. ഒരു പ്രിപ്പറേഷൻ എനിക്കില്ലായിരുന്നു. 9:45 നിങ്ങൾ വിളിച്ചു പറഞ്ഞു ഞാനൊരു ബ്ലൗസ് ഒന്ന് തേച്ചു, ഒരു വണ്ടി കിട്ടുമെന്ന് ചോദിക്കുന്ന താമസം ഞാനിവിടെ 10:50 എത്തി. അത്ര മാത്രമേ ഉള്ളായിരുന്നു. എന്തെങ്കിലും അതിനകത്ത് പോരായ്മയുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഒരുപാട് അറിവും ജീവിത പ്രാവീണ്യം കൊണ്ട് മുൻപന്തി നിൽക്കുന്നതിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും എന്തെങ്കിലും ഇതിനകത്ത് കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അതുമില്ലേ? എന്തെങ്കിലും സംശയം ചിലപ്പോൾ വിട്ടുപോയി. ഞാൻ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ വന്നത്, ഞാൻ ഒരിക്കലും നോട്ടൊന്ന് വായിച്ചു പോയിട്ടില്ല ഞാൻ. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന ഒരു പോയിന്റ് 4 പറഞ്ഞു. പിന്നെ ഇത് വിഷാദരോഗം വളരെ കൂടുതലുണ്ട്. 2 തരത്തിലുണ്ട്. ഹോർമോൺ ചേഞ്ച് കൊണ്ടുണ്ട്, പെട്ടെന്ന് മാനസികാരോഗ്യ പ്രശ്നം മൂലമുണ്ട്. തീർച്ചയായിട്ടും ഇത് രണ്ടും ആണെങ്കിൽ പോലും ഒരു വിദഗ്ധ സേവനം തേടിയിരിക്കണം. ഒളിച്ചു വെക്കുകയോ മറച്ചു വെക്കുകയോ ചെയ്യുകയല്ല. പിന്നെ സ്ത്രീകളുള്ള ആക്രമണ വാസന അല്ലെങ്കിൽ കുറ്റകൃത്യം വളരെ കൂടുതലാണ്. അതിന് ജീവശാസ്ത്രപരമായ കാരണം. പിന്നെ ഉള്ളത് മാധ്യമ സ്വാധീനവും ഈ ആഡംബരവും അല്ലെങ്കിൽ അനുകരണവുമാണെന്നുള്ളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും കുട്ടികളെ TV അങ്ങനെയൊക്കെ കേട്ട സമയത്ത് ഒരു ഉത്സവപ്പറമ്പ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കൊച്ചു കുട്ടികളെ ഈ 2 കൊമ്പൊക്കെ വെച്ച് കുറെ ലൈറ്റൊക്കെ ചെയ്ത് ഇതൊരു വിഷാദിന്റെ കൂട്ടാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പിള്ളേരെ അഭിനയിപ്പിച്ചതിലൊക്കെ ആനന്ദം കണ്ടെത്തുക. പക്ഷെ അതൊക്കെ പോലും ആ കുട്ടിയിൽ എത്ര നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതെന്നും ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ അച്ഛനമ്മയും മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ ഡിവോഴ്സ് പ്രശ്നമൊന്നും ഒരിക്കലും പ്രസന്റിങ് പ്രോബ്ലം അല്ല, അതിനകത്ത് റിയൽ പ്രോബ്ലം. ഇതുപോലെ കൗമാരത്തിലും ബാല്യത്തിലൊക്കെ കുറെ പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. ട്യൂഷനുകളും അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം, സ്വഭാവവൈകല്യം ഒക്കെ അതൊക്കെ കറക്റ്റ് ചെയ്യാതെ പോകുന്നതിന്റെ അനന്തര ഫലമാണ് ഈ പ്രശ്നം. ഒരു 5% ഉള്ളൂ വീട്ടുകാരുടെ പ്രശ്നം എന്നെങ്കിലൊക്കെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ പഠന വൈകല്യം, സൺഡേ സ്കൂൾ അധ്യാപകരായിട്ട് കൊച്ചുമാരെ മനസ്സിലാക്കാൻ എഴുതാനും വായിക്കാനുള്ള പഠന വൈകല്യം ഇന്ന് വളരെ സമൂഹത്തിൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. ഈ അടുത്ത സമയത്ത് ഇതുപോലൊരു കൊച്ചമ്മ എൻ്റെ അടുത്ത് പഠന വൈകല്യത്തിൽ പയ്യനെ വിട്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ തിരിച്ചറിയാൻ സാധിച്ചത്. അതൊക്കെ മറച്ചു വെക്കുക, ഒളിച്ചു വെക്കുക അല്ല ചെയ്തത്. അങ്ങനെ കുട്ടികൾ വളരെ മിടുക്കരായ കുട്ടികൾ, പ്രത്യേകിച്ച് ആൺപിള്ളേരാണ് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കാണുന്നത്. പെൺകുട്ടികളും ഒരു കുറച്ച് ശതമാനമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് അവരെ അതിൻ്റെ വിദഗ്ധ സേവനത്തിന് പറഞ്ഞു വിടുക തന്നെ ചെയ്യണം. അത് ഒളിച്ചും മറിച്ചും വെക്കരുത്. പ്രത്യേകിച്ച് പിന്നെ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ഫുഡ് സമയത്ത് കഴിക്കുന്നതാണെങ്കിലും എക്സസൈസുകളാണെങ്കിലും നല്ല ഓപ്പണായിട്ട് സംസാരിക്കാൻ ഒരു കഴിവ്, നല്ല ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം. നല്ല സ്നേഹിതർ വേണം. അതുപോലെ ഒരു ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തണം. ഒന്ന് ഉറക്കെ ചിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ലാസ്റ്റ്
ലാഫിംഗ് തെറാപ്പി എന്ന് പറയും. അച്ഛൻ്റെ വീടായാലും ഉറക്കെ ചിരിക്കരുത്, പതുക്കെ ചിരിക്കാവുള്ളതൊന്നും പറയേണ്ട കാര്യമില്ല. ഒന്ന് ഉറക്കെ ചില തമാശകളൊക്കെ കേട്ടൊന്ന് ചിരിക്കുക, അത് ഉള്ളിലോട്ട് അടക്കി പിടിച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. അതുപോലെ ഇഷ്ടപ്പെടുന്ന ചുറ്റുപാടുകൾ, ആരോഗ്യം, പ്രവർത്തന മേഖല, പുതിയ പുതിയ പ്രവർത്തന മേഖലകളൊക്കെ തിരഞ്ഞെടുക്കണം. റിട്ടയർമെന്റ് ആയാലും ജോലിയൊന്നുമില്ല, പുതിയ പുതിയ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പള്ളിയായിട്ട് ബന്ധപ്പെട്ട, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ ഒന്ന് തിരഞ്ഞെടുത്ത് തീർച്ചയായിട്ടും ഒരുപാട് നല്ല പാചക വിദഗ്ധർ ഇതിനകത്തിരിപ്പുണ്ട്, നല്ല ഫ്ലവർ അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, നല്ല കലാകാരങ്ങൾ ഇതിനകത്തിരിപ്പുണ്ട്. അതിനൊക്കെ പരിപോഷിപ്പിക്കണം. അല്ലാതെ അതൊക്കെ കുപ്പിയിലടച്ച് അച്ഛൻ്റെ കൊച്ചമ്മയാണ് ജീവിതം മുഴുവൻ ഇങ്ങനെ കൊണ്ട് കളയെന്നല്ല ചിന്തിക്കേണ്ടത്. അതൊക്കെ അതിനൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് സഭയിൽ ഏറ്റവും നല്ല ഉന്നത സ്ഥാനങ്ങൾ വഹിച്ച് എല്ലാവർക്കും പ്രയോജനമുള്ളവരായിട്ട് നമ്മൾ ഓരോ പള്ളിയിൽ പോകുമ്പോഴും നിങ്ങളെക്കുറിച്ച് അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും മനസ്സിലൊരു പോസിറ്റീവ് ഉണ്ടായിരിക്കണം. അതിന് തക്ക പോലെ എന്നോട് ചോദിച്ചാൽ എനിക്ക് പലരുടെയും കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട കൊച്ചമ്മ ഏതാ, അല്ലെങ്കിൽ ഇത്രയും നല്ല പള്ളിയിൽ ഇരുന്നതിൽ ഏത് കൊച്ചമ്മയുടെ പ്രവർത്തനം, അങ്ങനെ നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരുപാട് പേരുണ്ട്. അത് മുൻപോട്ട് കൊണ്ടുവന്ന് സമൂഹത്തിൽ പ്രദാനം ചെയ്യുക തന്നെ ചെയ്യണം. പിന്നെ വീട്ടിൽ നിന്ന് പോയി ചൊല്ലുന്ന അച്ഛന്മാർ തീർച്ചയായിട്ടും നിങ്ങളും ആ അച്ഛൻ്റെ പള്ളി എൻ്റെ അഭിപ്രായത്തിൽ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും അച്ഛനോട് ആ പള്ളിയിൽ പോകണം. എങ്കിലല്ലേ ആ പള്ളിയിലുള്ളവർ അറിയാൻ പറ്റത്തുള്ളൂ. ഇന്ന് എല്ലാവർക്കും പോയി വരാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പേഴ്സണലി താമസിക്കുന്നത് കുറവാണ്. തീർച്ചയായിട്ടും 2 പ്രാവശ്യമെങ്കിലും മാസത്തിൽ കുറഞ്ഞതെങ്കിലും ആ പള്ളിയായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം എന്നുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും പോകണമെങ്കിൽ വലിയ കാര്യം, ചിലപ്പോൾ ഒത്തിരി ദൂരമൊക്കെ ആണെങ്കിൽ എങ്കിൽ മാത്രമേ ആ ഒരു ടച്ച് ഉണ്ടാകത്തുള്ളൂ, ഒരു ഗ്യാപ്പില്ലാതെ ഒരു ടച്ചിൽ പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു, ഒന്നുമില്ല. തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി ചിന്തിക്കാൻ എല്ലാത്തിൻ്റെ ഒരു നല്ല വശത്തേക്കാണ്. അവിടെ നല്ലൊരു എക്സസൈസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഒന്ന്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫുഡ് ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന വളരെ ഒരു കാര്യമാണ്. പിന്നെ ഒരു ആത്മീയതയുടെ വശം. മക്കൾ പ്രായമായതുകൊണ്ട് മക്കളെ അടുത്ത് വിളിച്ചിരുത്തരുതെന്ന് തോളിൽ തട്ടരുതെന്നും ചിന്തിക്കേണ്ട. അതൊക്കെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന കാര്യം. അതൊക്കെ കൊടുത്ത് വേണം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. അതൊക്കെ ഒത്തിരി കൗൺസിലിങ്ങിന് എല്ലാ വശവും പറയാൻ നേരമില്ല. അതിനൊക്കെ ഒരു സൈക്കോളജിക്കൽ വശമുണ്ട്. അത് ഞാൻ അങ്ങനെ തന്നെ വേറെ ക്ലാസ് എടുത്തു തരാം. ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാത്തിനും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.